അപ്പോൾ നോമ്പിന് നമ്മൾ കുറേ എരിവും പുളിയൊക്കെ ഉള്ള റെസിപ്പീസ് കണ്ടല്ലോ. ഇനി കുറച്ച് മധുരമായാലോ? പെരുന്നാളൊക്കെ എടുത്തില്ലേ? പായസമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തായാലും നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഈ ചൂടുകാലത്ത് പെരുന്നാൾ വന്നാൽ എന്തെങ്കിലും തണുപ്പുള്ള ഡെസേർട്ട് വേണ്ടേ? അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ കുൽഫീൻ്റെ റെസിപ്പി നോക്കിയാലോ? സോ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു നുള്ളു വെള്ളം ഇട്ടിട്ട് അത് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാർച്ച്മെൻറ്റ് പേപ്പറിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഈവൻലി ഒരു ലെയർ പോലെ ആക്കി കൊടുക്കുക. ഇത് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ. നല്ല ഈവൻലി ആയിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു ബാർ പോലെ നമുക്ക് കിട്ടും. അത് ഈസിലി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇതേപോലെ ഇനി ഇത് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, മിക്സിയിലിട്ട് ഇത് ഒന്ന് പൗഡറാക്കി എടുക്കും. ഇതാണ് ഈ കുൽഫീൻ്റെ മെയിൻ ഫ്ലേവർ. ആ ഒരു കാരമലൈസ്ഡ് എഫക്റ്റും ആ ഒരു തിക്ക് കുൽഫീൻ്റെ ടെക്സ്ചറാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുക. അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 5 ടേബിൾ സ്പൂൺ ഷുഗർ വെച്ച് ആക്കിയ കാരമലൈസേഷനാണ്. ഇത് നമ്മളിനി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി എടുക്കും. ഇനി കാരമലൈസേഷൻ്റെ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി മിക്സിയിൽ ഒരു 4 ബ്രെഡ് നമ്മൾ ബ്രെഡ് ക്രംസ് പോലെ ആക്കിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു ക്രിസ്പി അല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് നമ്മൾ വറുത്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ പോലെ ഒരുവിധം നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ഒരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച കാരമലൈസേഷൻ്റെ പൗഡറും 2 കപ്പ് പാൽപ്പൊടിയും 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ, അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായി ഇതേ ബൗളിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ കാരമലൈസേഷൻ്റെ പൗഡർ കട്ട പോലെ ലംസ് പോലെ ആയി നിൽക്കുന്നുണ്ടാവും. അതൊന്ന് ഈ സ്പൂണും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഫൈൻ കോഴ്സ് പൗഡറാണ് നമുക്കിത് വേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ വറുത്ത് വെച്ച, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇത് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. കാരണം ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പൗഡറാണ്. ഇതെടുത്തിട്ടാണ് നമ്മൾ പാലിൽ കലക്കിയിട്ട് കുറുക്കിയിട്ട് നമ്മൾ കുൽഫി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ശരിക്കും മിക്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ കുൽഫി റെഡി ആവുക. അപ്പോൾ ഇനി നമ്മുടെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടുള്ള നമ്മുടെ കുൽഫിയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേക്കും നല്ലത്. പിന്നെ അധികം ദിവസം ഇത് നിൽക്കില്ല, കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളത് ഉണ്ടാക്കി തീർക്കും. ഇനി അടുത്തതായി ഒരു പാനിൽ 2 കപ്പ് പാലെടുക്കുക. അതായത് ഒരു 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഒരു ബാച്ചിന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം 6 to 8 സെർവിങ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 8 സെർവിങ്സ് ഉണ്ടാവും. അതേപോലെ ഇനി ഈ പാലിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ കറക്റ്റ് 1 കപ്പാണ് വേണ്ടത് എടുക്കാൻ. അപ്പോൾ 1 കപ്പ് മിക്സ്ചർ പാലിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കണ്ടിന്യൂ ഇത് സ്റ്റർ ചെയ്ത് കൊണ്ടിരിക്കണം. കാരണം ഇതിൽ കോൺഫ്ലവർ ഉണ്ട്, കസ്റ്റർഡ് പൗഡർ ഉണ്ട്, പെട്ടെന്ന് കുറുകും. ഇനി അടുത്തതായി ഫ്ലേവറിങ്ങിന് വേണ്ടി കുറച്ച് സാഫ്രൻ, അതായത് കുങ്കുമം ചേർക്കാൻ പോവാണ്. ഇനി ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാഫ്രൻ എസൻസും ചേർക്കുന്നുണ്ട്. അത് മാത്രം യൂസ് ചെയ്താലും മതി. ഒന്നുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒരു 2-3 സ്ട്രാൻഡ്സ് ഇട്ടാൽ മതി സാഫ്രൻ്റെ. ഇനി അടുത്തതായി നമ്മളൊരു 1/2 ടീസ്പൂൺ
vanilla essence ചേർക്കാൻ പോവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ saffron essence കൂടി. അത് നിങ്ങൾ സാഫ്രൻ്റെ സ്ട്രാൻഡ്സ് ഓപ്ഷണൽ വെച്ചാലും മതി. saffron essence മാത്രം ചേർത്താലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഒരു ടീസ്പൂൺ പിസ്താഷ്യോസ് സ്ലൈസ്ഡ് ആണ്. പിന്നെയാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺ ബദാം ആൽമണ്ട് സ്ലൈസ് ചെയ്തത് ചേർക്കാൻ പോകുന്നത്. സ്റ്റോർ ബോട്ടാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്ന ഇടയിൽ നമ്മൾ ഈ മിക്സ്ചർ ഒന്ന് ഇളക്കി കൊടുക്കണം മറക്കരുത്. അതാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് അടി പിടിക്കാനും സാധ്യതയുണ്ട്, കാരണം ഒരു തിക്ക് മിക്സ്ചറാണ്. അതേപോലെ ഓവർ തിക്കാവാനും പാടില്ല. വല്ലാതെ റെഡ്യൂസ് ആയാൽ പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ പോപ്സിക്കിൾസിൻ്റെ മോൾ. ഞങ്ങളുടെ കയ്യിൽ മട്ക ഉണ്ട്, അതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് പോപ്സിക്കിൾസിൻ്റെ മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ടോട്ടൽ ഒരു 6 മോൾഡിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു മോൾഡിൽ ഞങ്ങളുടെ ആദ്യമേ വേറെ എന്തോ സെറ്റായി കിടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യായി. ഇനി നെക്സ്റ്റ് നമുക്ക് മട്ക, അതായത് ചെറിയൊരു മൺചട്ടിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ശരിക്കും ഇത് മട്ക കുൽഫി ആണല്ലോ. ഈ റെസിപ്പി മട്ക കുൽഫീൻ്റെയാണ്. ആ ഒരു റിച്ച് ക്രീമി ടെക്സ്ചർ മട്ക കുൽഫിയുടെ അതേപോലത്തെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പ്. അപ്പോൾ ഇത് നമുക്കിനി മൺചട്ടിയിൽ ട്രാൻസ്ഫർ ചെയ്ത് അത് കുറച്ച് പിസ്താഷ്യോസും സ്ലൈസ്ഡ് ആൽമണ്ട്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഒരു ഫുൾ ഡേ ആണ് വെച്ചത്. സത്യം പറഞ്ഞാൽ ഒരു 6 to 8 hours മിനിമം മതിയായിരിക്കും. പിന്നെ ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങിനനുസരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ കുൽഫി. ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് മോൾഡ് ഡിപ്പ് ചെയ്തെടുത്ത്. ഇനി എല്ലാവരുടെ കയ്യിൽ പല ടൈപ്പ് മോൾഡ്സ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തെടുത്ത് ഒന്ന് നമ്മുടെ മോൾഡിൻ്റെ എൻഡ് ഭാഗത്തൊരു പ്രഷർ കൊടുത്താൽ നമ്മുടെ ഈ കുൽഫി ഈസിലി തന്നെ പോരും. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ സമ്മറിലെ ഈദ് സ്പെഷ്യൽ ഡെസേർട്ട്. പെർഫെക്റ്റ് ഡെസേർട്ടാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ കുറേ മഴ കാണും, പക്ഷേ നമ്മുടെ ഗൾഫിലും മുംബൈയിലൊക്കെ ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ പെരുന്നാൾക്ക് പറ്റിയ ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. Do share this video with all. We'll see you in the next one. Thank you. Bye-bye. Bye-bye.